എൻ്റെ പേര് ശരത്രാജ്, ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് ആണ്. കഴിഞ്ഞ 5 വർഷത്തോളമായിട്ട് ഷാനവാസ് ബാവ ആൻഡ് കോ ചാർട്ടേഡ് അക്കൗണ്ടൻസിൽ പാർട്ട്ണറായിട്ട് വർക്ക് ചെയ്യാണ്. കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ 2019 മെയ് 15-നാണ് ഞാൻ ഷാനവാസ് ബാവ ആൻഡ് കോയിൽ പാർട്ട്ണറായിട്ട് ജോയിൻ ചെയ്തത്. ഈ വർഷം മെയ് 15-ന് ഞാൻ 5 വർഷം തികയ്ക്കുകയാണ്. 5 വർഷം എന്ന് പറയുമ്പോൾ അതൊരു ചെറിയ കാലയളവല്ല. പക്ഷേ ഹിയർ ഇൻ ഷാനവാസ് ബാവ എനിക്കൊരു 5 വർഷം വളരെ പെട്ടെന്ന് പാസ് ചെയ്ത് പോയതുപോലെയാണ് എനിക്ക് തോന്നിയത്. ഒരുപാട് നല്ല മൊമെൻറ്റ്സും അതുപോലെ തന്നെ സുഹൃത്തുക്കളെയും ബന്ധങ്ങളും പ്രൊവൈഡ് ചെയ്തിട്ടുള്ളൊരു സ്ഥലമാണ് എനിക്ക് ഷാനവാസ് ബാവ. 5 വർഷം എന്ന് പറയുമ്പോൾ 5 വർഷത്തെ ഒരു ജേർണി അനലൈസ് ചെയ്യുകയാണെങ്കിൽ ആസ് എ പേഴ്സൺ ഐ ഫീൽ ഐ ഹാവ് ഇംപ്രൂവ്ഡ് എ ലോട്ട്. ഫേമായാലും ഒരുപാട് ഇമ്പ്രൂവ് ചെയ്തതായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. എൻ്റെ ഭാഗത്തുനിന്ന് പരമാവധി സപ്പോർട്ട് എനിക്ക് ഫേമിൻ്റെ ഗ്രോത്തിനായിട്ട് കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടെന്നും ഞാൻ വിശ്വസിക്കുന്നു. ഈ 5 വർഷത്തെ ജേർണി എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഒരു ഈസി ആയിട്ടുള്ളൊരു കാര്യമല്ലായിരുന്നു. ഒരുപാട് ചലഞ്ചസ് ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. ചലഞ്ചസിനെ ഞാനൊരു നെഗറ്റീവ് കാര്യമായിട്ട് കരുതുന്നില്ല. ചലഞ്ചസ് നമ്മളെപ്പോഴും സ്ട്രോങ് ആക്കാൻ ഉപകരിക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ ഈ ചലഞ്ചസ് ഉള്ള സമയത്ത് എന്നെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്ത 2 പാർട്ട്നേഴ്സ്, എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട 2 പേരാണ് എൻ്റെ 2 പാർട്ട്നേഴ്സ്, CA സിദ്ധേഷ് KS ആൻഡ് CA ഷാനവാസ് ബാവ സർ. ഇവർ 2 പേരോട് ഞാൻ ഈ അവസരത്തിൽ നന്ദി പറയാൻ ആഗ്രഹിക്കുകയാണ്. ഇവർ 2 പേരുടെയും സപ്പോർട്ട് ഇല്ല എന്നുണ്ടെങ്കിൽ എനിക്ക് കാര്യങ്ങൾ കുറച്ചും കൂടി പ്രയാസം ആയേനെ. ഏതൊരു കാര്യത്തിലും ഇവരുടെ ഫുൾ സപ്പോർട്ട് എനിക്ക് ഉണ്ടായിട്ടുണ്ട്. ഏതൊരു വിഷയത്തിലായാലും എന്തിൻ്റെ പേരിലായാലും ഇവരുടെ ഫുൾ സപ്പോർട്ട് എനിക്ക് ത്രൂ ഔട്ട് 5 ഇയർ പീരീഡ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ അവരോട് നന്ദി പറയുന്നു. ഷാനവാസ് സാർ എന്ന് പറയുന്നത് എനിക്കായാലും സിദ്ധേഷിനായാലും ഒരു മെൻറ്റർ എന്നുള്ള നിലയിലാണ് ഞങ്ങൾ ഷാനവാസ് സാറിനെ കാണുന്നത്. ഒരു ഗൈഡിങ് പാർട്ട്ണറായിട്ടാണ് കാണുന്നത്. നമ്മുടെ ഏതൊരു അഡ്വേഴ്സ് സിറ്റുവേഷനിലും ഒരു ഗോ ടു പേഴ്സണായിട്ടാണ് ഷാനവാസ് സാറിനെ കാണുന്നത്. അതുപോലെ സിദ്ധേഷിനോട് എനിക്കുള്ളത് ഒരു പാർട്ട്ണർ എന്നുള്ളതിലുപരി ഒരു നല്ലൊരു ഫ്രണ്ടായിട്ടാണ് ഞാൻ സിദ്ധേഷിനെ കാണുന്നത്. അതുപോലെ തന്നെ എനിക്കൊരു ബ്രദർലി ഫീലാണ് സിദ്ധേഷിനോട് പലപ്പോഴും തോന്നിയിട്ടുള്ളത്. എൻ്റെ ഒരു എൽഡർ ബ്രദറായിട്ടാണ് എനിക്ക് പലപ്പോഴും സിദ്ധേഷിനെ തോന്നിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു അവസരത്തിൽ ഞാൻ അവരോട് 2 പേരോടും എൻ്റെ നന്ദി പറയുന്നു. അവരുടെ സപ്പോർട്ടില്ലെങ്കിൽ എനിക്ക് ഈ ജേർണി അത്ര ഈസി ആവില്ലായിരുന്നു. സോ അവരോട് 2 പേരോടും എല്ലാവിധ നന്ദിയും പറയുന്നു. അതുപോലെ തന്നെ എനിക്ക് നന്ദി പറയാനുള്ളതാണ് എൻ്റെ സ്റ്റാഫുകൾ. എൻ്റെ ഈ 5 വർഷത്തെ കാലയളവിൻ്റെ ഇടയിൽ ഒരുപാട് പേര് ഇവിടെ വർക്ക് ചെയ്തിട്ടുണ്ട്. ട്രെയിനീസായിട്ടും അല്ലെങ്കിൽ ആർട്ടിക്കൽസായിട്ടും എംപ്ലോയീസായിട്ടും വർക്ക് ചെയ്തിട്ടുണ്ട്. അവരെല്ലാം അവരുടേതായ രീതിയിൽ ഫേമിൻ്റെ ഗ്രോത്തിനായിട്ട് സപ്പോർട്ടും ചെയ്തിട്ടുണ്ട്. അതിപ്പോൾ തൃശ്ശൂരത്തെ മാത്രമല്ല, തൃപ്രയാർ, എറണാകുളം, ഗുരുവായൂർ എല്ലാ ബ്രാഞ്ചിലെ സ്റ്റാഫിൻ്റെ അടുത്തും ഞാൻ അവരുടെ എഫേർട്ടിനും അവരുടെ കോൺട്രിബ്യൂഷനും ഞാൻ നന്ദി പറയുകയാണ്. ആരുടെയും പേരെടുത്ത് പറയുന്നില്ല, കാരണം ഒരുപാട് ആൾക്കാരുണ്ട്. സോ എല്ലാവരോടും ഞാൻ നന്ദി പറയുന്നു. അതേപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയതാണ് നമ്മുടെ ക്ലയൻസിൻ്റെ ഭാഗത്തു നിന്നുള്ള എല്ലാ സപ്പോർട്ടും നമുക്ക് ഇതുവരെ കിട്ടിയിട്ടുണ്ട്. ഇനിയും അത് നിങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവണം. ഇത്രയും നാൾ നമ്മളെ വിശ്വസിച്ച് നമ്മൾ ട്രസ്റ്റ് ചെയ്ത് നിങ്ങളുടെ ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങൾ നമ്മളെ ഏൽപ്പിച്ചതിന് ഞാൻ എല്ലാ നന്ദിയും പറയുന്നു. ഇനിയും ആ സപ്പോർട്ട് നിങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവാം എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ലാസ്റ്റ് ബട്ട് നോട്ട് ലീസ്റ്റ് എനിക്ക് നന്ദി പറയാനുള്ളത് എൻ്റെ ഫാമിലിയുടെ അടുത്താണ്. എൻ്റെ അമ്മ, എൻ്റെ വൈഫ് റെനില, സിസ്റ്ററുടെ ഫാമിലി, അതുപോലെ എൻ്റെ ചെറിയച്ഛൻ്റെ ഫാമിലി, എല്ലാവരോടും ഞാൻ നന്ദി പറയുന്നു. അവരുടെ ഭാഗത്തു നിന്നെല്ലാം എനിക്ക് ഒരുപാട് സപ്പോർട്ട് ഉള്ളത് കൊണ്ടാണ് എനിക്ക് എൻ്റെ ജോലി കുറച്ചുകൂടി കൃത്യമായിട്ട് ചെയ്യാൻ പറ്റുന്നത്. അവർ ഒരുപാട് കാര്യങ്ങളിൽ സാക്രിഫൈസ് ചെയ്യുന്നത് കൊണ്ടാണ് എനിക്ക് എൻ്റെ ജോലിയിൽ കുറച്ചും കൂടി ഫോക്കസ് ചെയ്യാൻ പറ്റുന്നതും ജോലി കുറച്ചും കൂടി കൃത്യമായിട്ട് ചെയ്യാൻ പറ്റുന്നതും. അത് ഞാൻ അവരോട് എല്ലാ രീതിയിലും നന്ദി പറയുന്നു. ഒരു സന്തോഷ വാർത്ത കൂടി നിങ്ങളെ അറിയിക്കാനുള്ളത്, ഞാൻ അടുത്ത മാസം FCA ആവാണ്. FCA എന്നുള്ളൊരു ടാഗ് ഞാൻ ഒരു റെസ്പോൺസിബിലിറ്റി ആയിട്ടാണ് കാണുന്നത്. കൂടുതൽ ക്ലയൻസിനെ ബെറ്ററായിട്ട് സെർവ് ചെയ്യാനുള്ളൊരു റെസ്പോൺസിബിലിറ്റി ആയിട്ടാണ് ഞാൻ FCA എന്നുള്ള ടാഗ് കാണുന്നത്. സോ ആ ഒരു കാര്യം കൂടി നിങ്ങളെ അറിയിക്കാൻ കഴിഞ്ഞതിൽ വളരെയധികം സന്തോഷമാണ്. താങ്ക് യു.